അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിൽ സൺസെറ്റ് വ്യൂ പോയിന്റിലാണ്. ലക്ഷ്യം വേറൊന്നുമല്ല, സൂര്യാസ്തമയം കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ കുറേ കടകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല, എല്ലാവരും വരുന്നതേ ഉള്ളൂ, കാരണം സമയം ആവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ തന്നെ ആ കടലിലോട്ട് ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പം അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. പക്ഷെ പറ്റിയ അമിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാനായിട്ട് പറ്റിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയത് ജൂൺ മാസത്തിലാണല്ലോ. അപ്പം ഈ ജൂൺ മാസത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് ഈ കടലിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള, അപ്പം അവിടെ അസ്തമിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പാറയുടെ ബാക്കിലായിട്ടൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് ഒട്ടും കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു. കുറച്ച് ദൂരം വരെ എത്തുന്നത് വരെ നമുക്ക് കാണാനായിട്ട് പറ്റിയോളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മഴക്കോളും മഴ മേഘം കൊണ്ട് മൂടിയിട്ട് ഒട്ടും കാണാതെ അവസാനം അത് ഒരു വലിയ നിരാശയായി. എന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് നമ്മൾ വിവേകാനന്ദ പാറയൊക്കെ കാണുന്ന അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സന്ധ്യയായി, നേരം നന്നായിട്ട് അല്ലെങ്കിൽ ആകാശം നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഇത്രയും തിരക്ക് കാണുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര തിരക്കുകൾ, എല്ലാ കടകളും ഓപ്പൺ ആയിരുന്നു, എല്ലാ കടകളിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പയ്യെ ഒരു ഷോപ്പിങ്ങിലോട്ട് കടന്നു. അപ്പോൾ ഓരോ കടകളിലായിട്ട് കയറി ഇറങ്ങി അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കി. അപ്പോൾ കന്യാകുമാരി ബീച്ചിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ശംഖ്, ചിപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കണ്ണാടികൾ, പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേഷൻസിനൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ, കർട്ടൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ശംഖ് കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാനതിൽ ഓരോ കടയിലായിട്ട് കയറി ഓരോന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ തൽക്കാലം അതൊന്നും വാങ്ങുന്നില്ല, കാരണം നമ്മൾ ബൈക്കിലാണല്ലോ വന്നത്. അപ്പം ഇതെല്ലാം തിരിച്ച് കൊണ്ടുപോകാനായിട്ട് പാടായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങണുള്ളൂ. പിന്നെ ഇതേപോലുള്ള ഫാൻസി സ്റ്റോറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വില ഏതെടുത്താലും 10 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുമായിട്ട് അവിടെ നിന്ന് എന്തോന്ന് അവിടെ നോക്കിയിട്ടിരിക്കുന്ന ടോയ്സിലൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട്. അപ്പം ഇതിന് ആ ബൊമ്മ ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. പക്ഷെ എന്ത് ചെയ്യാൻ, വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഈ നട്ടപ്പാതിരേക്ക് തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ലേറ്റായി എന്നുള്ള കാര്യം ശരിയാണ്, എന്നാലും നിങ്ങളെ കാണിക്കാനെങ്കിലും ഞാനൊരു തൊപ്പി വെക്കണമല്ലോ. അതുകൊണ്ടിട്ട് മാത്രമാണ് ഈ നട്ടപ്പാതിരേക്ക് കടലിൽ കാണാൻ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ രാത്രിയെങ്കിൽ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാത്രിയിൽ നമ്മുടെ കന്യാകുമാരിയിലെ അന്തരീക്ഷവും അതുപോലെ തന്നെ കടലിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ്. ഒരുപാട് കടകളുണ്ട്, എല്ലാ കടയിലും ഒരുപാട് ആൾക്കാരും ഉണ്ട്. കുഞ്ഞു വാവകളെയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഇതുപോലെ മാങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളുടെ ഉടുപ്പ്, കൂടുതലും അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടോയ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. എന്നാലും ചിലപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാനായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കട എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഈ കട ഫുള്ള് ഈ ശംഖുകൾ കൊണ്ടിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ ആ കടയിലോട്ട് കയറിയിട്ട് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളും കൂടെ ആ കടയിലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടയിൽ കയറി ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തോ ഒരു ബോൾ പോലത്തെ സാധനമാണ്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, കവടി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന സാധനം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതിൻ്റെ തന്നെ പല കളറിലുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ശംഖൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങളൊരു വള പോലെ കാണുന്നില്ല, അത് ഈ സാധനം, ഇത് വന്നിട്ട് നമ്മൾ ശംഖ് കൊണ്ട് ഉണ്ടാക്കിയ വളയാണെന്നാണ് കടക്കാരൻ പറഞ്ഞത്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം അതുപോലെ തന്നെ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവേകാനന്ദ പാറയുടേതാണ്. അപ്പോൾ രാത്രിയാണെങ്കിൽ പോലും അവിടെ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഇപ്രാവശ്യം നമ്മൾ കന്യാകുമാരിയിൽ വന്നപ്പോൾ നമുക്ക് ബോട്ടിംഗ് മിസ്സായിട്ടുണ്ട്, കാരണം നമ്മൾ ലേറ്റായിട്ടാണല്ലോ ഇവിടെ എത്തിയത്.
അപ്പോൾ ഈ കാണുന്നത് കന്യാകുമാരി ദേവീക്ഷേത്രത്തിൻ്റെ ആർച്ചാണ്. അപ്പോൾ ബാക്കിൽ ആണ് അമ്പലം. അവിടെയും നമ്മൾ കയറിയില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ നേരം വിവേകാനന്ദ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ രാത്രിയാണെങ്കിലും കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണല്ലോ. പിന്നെ അതിൻ്റെയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം നടന്ന് കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ സൈഡിലായിട്ട് തന്നെ അവിടെ ഇപ്പോൾ ഒരു ചെറിയ മണ്ഡപം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ദൂരം നടക്കിയെടുക്കുകയൊക്കെ ചെയ്ത് കാറ്റ് നല്ല അടിപൊളി തണുത്ത കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടെടുത്തിട്ട് നമ്മൾ മാക്സിമം കന്യാകുമാരി എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ കടകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. രാത്രിയാണെങ്കിലും കുറച്ച് സ്ഥലത്തെ ലൈറ്റ് സെറ്റപ്പൊക്കെ ഉള്ളൂ, എന്നാലും അവിടുത്തെ ആ ഒരു ഏരിയ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല കടലിലെ വെള്ളമാണെങ്കിൽ നല്ല ബ്ലൂ കളർ പോലെ ലൈറ്റിൻ്റെ ഒരു ഇതിൽ നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. വീഡിയോയിൽ ഇപ്പോൾ എത്രത്തോളം വ്യക്തമാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ രാത്രി കടലിലോട്ട് ഇറങ്ങുന്നത് റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഇറങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അവിടെ കുറേ അടുത്തൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. കാരണം നല്ല തിരമാലയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും. ഞങ്ങളും അതുകൊണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. അപ്പം ഞാൻ പറഞ്ഞ മണ്ഡപമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ സൈഡിൽ പോയി നിന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കാണുകയാണ്. രാത്രിയിലത്തെ കടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കന്യാകുമാരിയുടെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ തിരിച്ചു വരുന്ന വീഡിയോ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പം നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കന്യാകുമാരിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതോടെ നമ്മുടെ കന്യാകുമാരിയുടെ വീഡിയോസൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കന്യാകുമാരി കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മളെ ചാനലിൽ പുറകെ വരുന്നതെല്ലാം ചെടിയുടെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.